ഉന്നത വിദ്യാഭ്യാസം രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ ഭാരതാംബയുടെ കടാക്ഷം മൂലം കേരളം ഒരു താരോദയത്തിന് സാക്ഷ്യം വഹിച്ചു. അതാണ് എം ശിവപ്രസാദിൻ്റെ താരോദയം എന്ന് പറയുന്നത്. ശിവപ്രസാദ് തീപ്പൊരി സ്റ്റൈലിലാണ് ആ സമരം നയിച്ചത്, ഒരു സംശയവുമില്ല. പക്ഷേ ശിവപ്രസാദിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മളുടെ കേരളത്തെ വ്യക്തമായി കാണാൻ കഴിയും. നമസ്കാരം. SFI പ്രസിഡന്റ് എം ശിവപ്രസാദ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ആ ചെറുപ്പത്തിൻ്റെ അല്ലെങ്കിൽ ആ 20കളുടെ തുടക്കത്തിലുള്ളതിൻ്റെ ആ ഒരു ആത്മാർത്ഥതയും ഊർജവും എല്ലാം ഉണ്ട്. ശിവപ്രസാദ് പറയുന്നതൊക്കെ വളരെ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും വിശ്വസിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ ശിവപ്രസാദിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു വഴിയിലൂടെയാണ്. ഈ പ്രസ്ഥാനം ശിവപ്രസാദിൽ അവസാനിക്കുകയാണ്. അതറിയണമെന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ 80 കഴിഞ്ഞ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിലേക്കോ, അതല്ലെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയിലേക്കോ, അതുമല്ലെങ്കിൽ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളിലേക്ക് നോക്കുക. അവരുടെ പറയുന്ന അതേ ശബ്ദം, അതേ വാക്ക്, അതേ പ്രയോഗങ്ങൾ, അതേ രൂപത്തിലാണ് ശിവപ്രസാദ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നോക്കണം, 80 വയസ്സും അല്ലെങ്കിൽ 20ഓ 25ഓ എത്ര വയസ്സെന്നറിയില്ല അദ്ദേഹത്തിൻ്റെ, ആ പ്രായങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നോക്കുക, വ്യത്യാസം ഇല്ലാതെ വരുന്നു. അതായത് CPMൽ അല്ലെങ്കിൽ SFIയിലൂടെ കടന്നു വരുന്ന ഒരു വ്യക്തി ഒരു 20 വയസ്സാവുമ്പോഴേക്കും ആ വ്യക്തിയുടെ വളർച്ച മുരടിക്കുകയാണ്. ഈ മുരടിപ്പാണ്, ഈ ചത്ത അവസ്ഥയാണ് കേരളത്തെ സോംബികളുടെ നാടാക്കി മാറ്റിയത്. ഇത് CPMകാരെ മാത്രമല്ല ബാധിക്കുന്നത്, കോൺഗ്രസ്സുകാരെയും BJPക്കാരെയും എല്ലാം ഈ ഒരു സിൻഡ്രം ബാധിച്ചിരിക്കുകയാണ്. അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രൊഫസർ PJ കുര്യനിലേക്ക് നോക്കുക. അദ്ദേഹം പ്രൊഫസറായിരുന്നു, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ്, രാജ്യസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു, ഇത്രയും നാളത്തെ ജീവിത പരിചയമുണ്ട്. എന്നിട്ടും അദ്ദേഹം ഇപ്പോൾ പറയുന്നു ശിവപ്രസാദിൻ്റെ നേതൃത്വത്തെ നോക്കി യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും പഠിക്കണം. അപ്പം ആ മാനസികാവസ്ഥ, ഇത് കേരളത്തിൻ്റെ പൊതു മാനസികാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഈ ശിവപ്രസാദിൻ്റെ ആ ഒരു സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും നമ്മൾ അതിലേക്ക് നോക്കുന്ന സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ശിവപ്രസാദിനോട് വളരെ സ്നേഹവും ബഹുമാനവും തോന്നുന്നുണ്ട്. കാരണം അതിലൂടെ ഞാൻ എന്നെ ബഹുമാനിക്കുകയാണ്. കാരണം ശിവപ്രസാദിൻ്റെയൊക്കെ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ഒരു വ്യക്തി, തീവ്രമായി കടന്നുപോയ ഒരു വ്യക്തി ആണ് ഞാൻ. എന്ന് വെച്ചാൽ ഈ ശിവപ്രസാദിൻ്റെ ഈ ഒരു തീവ്രമായി എല്ലാത്തിനെയും നമുക്ക് മാറ്റാൻ കഴിയും. ലോകത്ത് നമ്മളല്ലാതെ വേറെ ആരും ശരിയില്ല, നമ്മളുടേതാണ് മാത്രമാണ് ശരി. ഈ ശരി എങ്ങനെയും നടപ്പിലാക്കണം, എങ്കിൽ മാത്രമേ നമ്മളുടെ ചുറ്റുപാടും സമൂഹവും രക്ഷപ്പെടൂ എന്നുള്ള ആത്മാർത്ഥമായ ഒരു വിശ്വാസം, ഇതൊക്കെ പുലർത്തിപ്പോയിരുന്ന ഒരു കാലഘട്ടം നമുക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശിവപ്രസാദിനോട് നമുക്ക് ആ സ്നേഹവും ബഹുമാനവും തോന്നുന്നത്. കാരണം അതിലൂടെ ഞാനും എന്നെ ബഹുമാനിക്കുക കൂടെ ചെയ്യാണ്. ഏതാണ്ട് അതേ കാഴ്ചപ്പാട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഞാൻ മാധ്യമപ്രവർത്തനത്തിലേക്ക് കടന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു ആദ്യ വർഷങ്ങളിൽ ഞാൻ പുലർത്തിപ്പോയിരുന്ന സമീപനവും ഇത് തന്നെയാണ്. ഈ സമീപനം തന്നെയാണ് കേരളത്തിലെ മുഴുവൻ മാധ്യമപ്രവർത്തകരും ഇന്ന് നിലനിർത്തുന്നത്, അല്ലെങ്കിൽ ഇന്ന് തുടരുന്നത്. ഇതിൻ്റെ തീവ്രമായ സ്വഭാവമാണ്. അല്ലെങ്കിൽ ശിവപ്രസാദ് എങ്ങനെയാണോ കാര്യങ്ങളെ കാണുന്നത് അതേ കാഴ്ചയിലൂടെയാണ് നമ്മളുടെ മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും എല്ലാം കാര്യങ്ങളെ കാണുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നതാണ് ഇന്നും മലയാളി. ഈ ഒരു സംഘർഷത്തിൽ, ഈ വളർച്ചയില്ലാത്തത് സ്വാഭാവികമായിട്ടും ചത്ത അവസ്ഥയാണ്. അത് മുരടിക്കുകയും ജീർണിക്കുകയും ചെയ്യും. അത്തരമൊരു ജീർണതയുടെ ഫലമായിട്ടാണ് ഓരോ വ്യക്തിയും ഇന്ന് കേരളത്തിൽ അനുഭവിക്കുന്ന ശാരീരികമായ രോഗം. കാരണം ആന്തരിക സംഘടനയാണ്, അതിൽ നിന്ന് ശാരീരികമായ രോഗങ്ങളുണ്ടാവും. അതേപോലെ തന്നെ മുമ്പോട്ട് നമുക്ക് നീങ്ങാൻ പറ്റുന്നില്ല. പ്രതിഭകൾ നമുക്ക് കേരളത്തിൽ നിന്നുണ്ടാവുന്നില്ല. ഇഷ്ടംപോലെ, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇത്രയും പ്രതിഭകളെ സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു സംസ്ഥാനം കേരളം പോലെ വേറെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഒരു പ്രതിഭയെയും ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ചിന്താഗതി സമീപനം വളരാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു കെണിയിൽപ്പെട്ട അവസ്ഥയിൽ നിന്ന് എങ്ങനെ ഞാൻ പുറത്തേക്ക് വന്നു, അതിലൂടെ എൻ്റെ ശാരീരികമായ അസുഖങ്ങളിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തേക്ക് വന്നു, എൻ്റെ ജീവിതത്തെ കുറേ കൂടെ മെച്ചപ്പെടുത്തി നമുക്ക് സുഖകരമായി മുമ്പോട്ട് പോകാൻ എങ്ങനെ കഴിഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവം ഒരു മലയാളി എന്ന നിലയിൽ, ഇത്രയും നാൾ കേരളത്തിൽ ജീവിച്ചു എന്ന നിലയിൽ അതൊന്ന് പങ്കുവയ്ക്കാം എന്ന് കരുതി. കാരണം ഇന്ന് നമ്മളുടെ ലോകം മാറ്റത്തിൻ്റെ ഘട്ടത്തിലാണ്. ഇന്ന്
നിർമ്മിത ബുദ്ധിയുടെയും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെയും കാലഘട്ടത്തിലാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ChatGPT ഏജന്റിന്, അതായത് എങ്ങനെയാണോ ഒരു എംപ്ലോയി ജോലി ചെയ്യുന്നത് അതേ രൂപത്തിൽ അതിനേക്കാൾ ഉത്തരവാദിത്വത്തോടു കൂടി ജോലി ചെയ്യുന്ന ഏജന്റിനെ ChatGPT അവതരിപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലുള്ള അവസ്ഥ, ഇപ്പം ശിവപ്രസാദിൻ്റെ വാക്കുകളിലൂടെ കാണാൻ കഴിയുന്നതും ആ ഊർജത്തിലൂടെ കാണാൻ കഴിയുന്നതെല്ലാം അദ്ദേഹം 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ എവിടെയോ നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാലഘട്ടം, ഈ ഒരു പുതിയ ഈ മാറുന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ കാഴ്ചപ്പാടുകൂടി കമ്മ്യൂണിസ്റ്റ് സ്വാധീനത്തിൽ കിടക്കുന്ന കേരളത്തിന് എങ്ങനെ പുറത്തേക്ക് വരാൻ കഴിയും? ആ ഒരു ചിന്തയുടെ ഭാഗം കൂടിയാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ ഈ കെണിയിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയും. കാര്യം വ്യക്തിക്ക് മാത്രമേ ഈ കെണിയിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയുള്ളൂ, അല്ലാതെ ഒരു സംഘടനയ്ക്കോ പ്രസ്ഥാനത്തിനോ ഒന്നും ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് എങ്ങനെ ഒരു വ്യക്തിക്ക് ഈ കെണിയിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയും എന്നുള്ള ഒരു അന്വേഷണമാണ് ഞാനിവിടെ ആരംഭിക്കാൻ പോകുന്നത്.